അപ്പോൾ നമുക്കൊരു പാട്ടായാലോ? ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയ ഒരു പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ. നിങ്ങൾ ഏത് ഗ്രൂപ്പ് എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? ഗ്രൂപ്പായിട്ട് ആ ഗ്രൂപ്പിന്റെ എന്താ പേര്? ചെമ്പട്ട് എന്നാണ്. ചെമ്പട്ട് അല്ലെ? ആരൊക്കെയാ പ്രധാനമായിട്ടും ചെമ്പട്ടിനെ ലീഡ് ചെയ്യുന്നത്? ആരാ? ഞങ്ങള് വിനയുണ്ട്, ഞങ്ങളുണ്ട്, പിന്നെ ഈ നാട്ടിലത്തെ കുട്ടികളും കലാകാരന്മാരും. ഇവരൊക്കെ പാട്ട് പാടുന്ന കുട്ടികളാണ്. കുറെ SLC പരീക്ഷ ഒക്കെ ആണല്ലോ, പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട നാടൻ പാട്ട് സംഘത്തിന്റെ ഒരു പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് അടുത്ത വാർത്തയിലേക്ക് കടക്കാം അല്ലേ? തീർച്ചയായിട്ടും. അപ്പം നമ്മളിവിടെ ഈ മഞ്ചേരി കോവിലകം പൂരം നല്ല ഇരുന്നാ പോരെ, നാടൻ പാട്ട് ഇരുന്ന് പാടുന്നതിനേക്കാൾ കോവിലായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏറനാടിന്റെ രാജാക്കന്മാർ നാടുവാഴികൾ എന്നറിയപ്പെടുന്ന മഞ്ചേരി കോവിലകം ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് അല്ലേ? കൃഷ്ണേട്ടനാണ് പ്രസിഡന്റ്. ഇത്തവണത്തെ ഉത്സവമൊക്കെ ഗംഭീരമായിട്ട് നടന്നോ? ആനയുണ്ടായിരുന്നോ? 3 ഇടഞ്ഞില്ലല്ലോ. ആന ഇപ്പൊ ഇന്നലെയൊക്കെ വാർത്തകൾ ഇങ്ങനെ നിരന്തരം വന്നോണ്ടിരിക്കും. ഈ ചൂട് കൂടി ആവുമ്പോഴേ മഞ്ചേരിയിൽ ഒരിക്കലും ആന ഇടയില്ല. ഇല്ല. അതാണ് ഗ്യാരണ്ടി. കൃഷ്ണേട്ടന്റെ ഗ്യാരണ്ടി. അതാണ് ഇവിടുത്തെ ഗ്യാരണ്ടി, മഞ്ചേരിയുടെ ഗ്യാരണ്ടി. ശരി, അപ്പൊ ഗംഭീരമായിട്ട് നടത്തി, ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല, ഒന്നുമില്ല. അപ്പൊ നോക്കൂ, ഒരു ഉത്സവമൊക്കെ നടത്തി കഴിയുമ്പോൾ ആ ഉത്സവ കമ്മിറ്റി ചെയർമാന്റെ മുഖത്തൊരു സംതൃപ്തി ഉണ്ടല്ലോ, അത് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം അല്ലേ? റൈറ്റ്, ഓക്കെ. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് കാണാം. ഈ നാടിന് ഒരുപാട് പരമ്പരാഗത കലാരൂപങ്ങൾ ഈ പൂരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള നാടാണ്. പൂതം, കാള, അതേമാതിരി ശങ്കരനായടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആചാരാനുഷ്ഠാനങ്ങളുണ്ട്, പാട്ടുകളുണ്ട്. 2019 കലോത്സവത്തിൽ, സംസ്ഥാന കലോത്സവത്തിൽ കാഞ്ഞങ്ങാട് വെച്ച് നടന്ന് നമ്മൾ ഈ നാട്ടിലെ കാളകളിയായിട്ട്, ഈ പൂരത്തിന് ഇവിടെ നിന്ന് കളിക്കുന്ന കാളകളി ആചാര്യൻ നീലാണ്ടേട്ടൻ എന്നൊക്കെ പറഞ്ഞ ആചാര്യൻ്റെ അടുത്ത് പോയിട്ട് അവരുടെ നിന്ന് അവർ പരമ്പരാഗതമായി പാടുന്ന, തലമുറയായിട്ട് പാടുന്ന പാട്ടിന്റെ വരികൾ ശേഖരിച്ച് ആ വരികളാണ് നമ്മൾ ഇവിടുത്തെ കുട്ടികൾ തനത് പാട്ട് കലോത്സവത്തിൽ പാടാൻ പാടുള്ളൂ നിയമം. ആ പാട്ടിന്റെ വരികളാണ് ഇവിടുത്തെ കുട്ടികൾ പാടി സ്റ്റേറ്റിൽ എത്തിച്ച പാട്ട്. വാഗല്ല പോലിയല്ല പോലിയല്ല പോലിയേ, പോലിയല്ല 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 പോലിയേ, വാഗല്ല പോലിയല്ല പോലിയല്ല പോലിയേ, പോലിയല്ല 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 പോലിയേ. കേക്കാരൂതിവാരാണു നിറകോടെ പൊലിയട്ടെ, പടിഞ്ഞാറോ ലത്തുതിവാര നിറകോടെ പൊലിയട്ടെ. വാഗല്ല പോലിയല്ല പോലിയല്ല പോലിയേ, പോലിയല്ല 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 പോലിയേ. തെക്കാങ്കോ ചങ്കാരം കണ്ട് വായി പിറന്നയ്യമ്മ, തെക്കാങ്കോ വാഴി പിറന്നെന്റെ വാഴി പിറന്നെന്റെ അമ്മ. വാഗല്ല പോലിയല്ല പോലിയല്ല പോലിയേ, പോലിയല്ല 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 പോലിയേ. നാലാനാം ദിക്കങ്ങനെ നിറകോടെ പൊലിയട്ടെ, തെയ്യത്തെ തമ്പ്രാന്മാരും നിറകോടെ പൊലിയട്ടെ. വാഗല്ല പോലിയല്ല പോലിയല്ല പോലിയേ, പോലിയല്ല 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 പോലിയേ. 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 ഗംഭീരം അല്ലേ? ഒരു നല്ല കൈഡി. ഓക്കെ, ഗംഭീരായി. തലമുറകൾ കുറെ കാലങ്ങൾ പാട്ടാണ്. അത്രയും തലമുറയായിട്ട് പാടി വരുന്ന പാട്ട്. പാട്ടും പഴകുന്ന സമയത്ത് വീഞ്ഞു പോലെയാ അല്ലേ? അതൊരു മധുരമേറും അല്ലെ? വീര് കൂടും.